ഹലോ ഗായ്സ്, അപ്പോൾ നമ്മ ഇന്ന് ചായക്കുള്ള പലഹാരമാണ് ആക്കുന്നത്. എന്താക്കുന്നത് ചക്കമൂട. അത് നമ്മുടെ നാട്ടിലൊക്കെ ചക്കമൂട എന്ന് പറയുന്നത്. പക്ഷേ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്ത് പറയുന്നത് നമുക്കറിയില്ല. അതിൻ്റെ ഇതിലെന്തായാലും ഉണ്ട്. ഇതിൽ പഴുത്ത ചക്ക ഉണ്ട്. പഴുത്ത ചക്ക പകുതി അരച്ചെടുത്തതും പകുതി ചെറുതായിട്ട് മുറിച്ചെടുത്തതും, പിന്നെ അതുകൂടാണ്ട് വെല്ലം, പിന്നെ തേങ്ങ കൊത്താക്കി ഇട്ടതുണ്ട്. ഇതുപോലെ ചെറുങ്ങനെ മുറിച്ചിട്ടതുകൊണ്ട് കുറച്ച് ചിരകിയിട്ടിനി. അപ്പോൾ ഈ അരച്ചെടുത്ത ചക്ക ആയതുകൊണ്ടാണ് ഇങ്ങനെ വെള്ളം. ഇനി അതിലേക്ക് നമ്മൾ അരിപ്പൊടി ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കണം. അരിപ്പൊടി ഇപ്പോൾ ഇട്ടിട്ട് മിക്സാക്കി കൊടുക്കാം. ആവശ്യത്തിനിടാം. നല്ലൊരു നമ്മൾ അടയെല്ലാക്കുന്ന ആ ഒരു പാകത്തിന് കുഴച്ചെടുക്കും. ഏകദേശം കൊഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡാക്കണം. മേലെ പറക്കാൻ പോയി പുറത്ത് നല്ല മഴ തന്നെ ചണ്ടായിട്ട് നമ്മൾ ഇതാണ് കുർക്കൂട്ടിൻ്റെ ഇല. ഇങ്ങനെയാണ് കേട്ടോ മക്കൾ കുർക്കൂട്ടിൻ്റെ ഇല. ഇതുപോലെ മലക്കണം. തരത്തിലാണ് കേട്ടോ ആക്കിയിട്ടില്ല. ഒന്ന് പ്ലാവിൻ്റെയും ഒന്ന് കുറുക്കൂട്ടിൻ്റെയും. കണ്ടോ? വരുന്ന പാത്രത്തിലേക്ക് ഇങ്ങനെയാണ് കേട്ടോ വെക്കാറ്. ഉണ്ട് ഗൈസ്, നമ്മുടെ ചക്കമുട ഇപ്പൊ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചക്കമുട. നല്ല ചൂടാണ് കേട്ടോ. എൻ്റെ ഇലയിലില്ലേനെ അതിൻ്റെതായ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ.